രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു ഒപ്പിന്റെ മാത്രം ആവശ്യമുള്ളൂ. അതാണ് ഇങ്ങനെ ആഘോഷമാക്കിയിട്ട് പല ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കല്യാണമായി മാറുന്നതും 100-150 പവനൊക്കെ ആയിട്ട് മാറുന്നത്. ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും, ഞാൻ ഒരു തരി സ്വർണം പോലും ഇടാതെയാണ് ഞാൻ എന്റെ വിവാഹം കഴിച്ചത്. അതാണ് വിഷയം. കാശുള്ളവര് എങ്ങനെ വേണേലും ആർഭാടം കാണിച്ചിട്ട് എത്ര ദിവസം വെള്ളം പരിപാടി നടത്തിക്കോട്ടെ. പക്ഷേ ഇത് കാണുമ്പോ കാശില്ല എങ്കിൽ കാശില്ല എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് കാശില്ലാത്ത ആൾക്കാര് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എങ്കിൽ പൈസ ഇല്ലാത്ത പോലെ എന്ന് വിചാരിക്കില്ല. ഓ അങ്ങനെ അങ്ങനെ ഉടനെ വിചാരിക്കും, എടാ അവന്റെ മകളുടെ കല്യാണം അവൻ എത്ര സെറ്റപ്പായിട്ട് നടത്തി, അപ്പൊ ഞാൻ അത്ര ആ ഒരു ലെവലിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അത് എന്റെ കൊച്ചിനൊരു കുറച്ചിലല്ലേ. അതുകൊണ്ട് കുറെ കടവും എടുത്ത് അതും എടുത്ത് പിന്നെ കടയായി കടക്കണിയായി ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടതിന്റെ പേരിൽ കുടുംബം വെക്കേണ്ട അവസ്ഥയില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. കാലഹരണപ്പെട്ടൊരു സംഗതിയാണ് സ്ത്രീയെ ഒരു കച്ചവട സാധനമാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റ്. വളരെ ശരിയാണ്. അതിന് പുതിയൊരു കാലത്ത് അതിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറയുന്നത്. ഒരു സാധാരണ ഒരു വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കല്യാണത്തിൻ്റെ അന്നും ഞങ്ങളെ വീടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടാണ് പിറ്റേന്ന് ഞങ്ങൾ കല്യാണത്തിന് രജിസ്റ്റർ ഓഫീസിലേക്ക് പോയത്. അത് കൊള്ളാം. വളരെ സന്തോഷമായി, സമാധാനമായി, ഒരു പ്രയാസമില്ലാതെ കല്യാണം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. മാരേജ് 0 ഗോൾഡിലായിരുന്നു. ഞങ്ങളൊരു കാറിൽ ആളാടെ പോയി, അവരൊരു കാറിൽ ആൾ വന്നു, ഒപ്പിട്ട് രജിസ്ട്രേഷൻ നടന്നു. #0 gold marriage. ആ സിസ്റ്റത്തോട് കടക്ക് പുറത്തുനിന്ന് തന്നെ പറയും. അതത്രേ ഉള്ളൂ. വളരെ നല്ല ഒരു ഇത്.